ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇൻഡസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. സുഖമായിട്ടിരിക്കുന്നോ, സന്തോഷമായിട്ടിരിക്കുന്നോ, മഴയുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ അടുത്ത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോവല്ലേ. നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ അങ്ങോട്ട് പോവാം അല്ലേ. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഒരു ദിവസത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. കുറച്ച് കാര്യങ്ങൾ കേട്ടോ. നമ്മൾ ഫുള്ള് കാര്യങ്ങളായിട്ടൊന്നും അങ്ങനെ എടുക്കില്ല, എന്നാലും ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ദിവസങ്ങളായിട്ടോ മീൻ കിട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കിട്ടി, 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ടുവന്നതാണ് ഈ കാണിക്കണേ കേട്ടോ. അപ്പോൾ അത് ആദ്യം കൊണ്ടുവന്നത് രാത്രിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഉച്ചയ്ക്ക് കൊണ്ടുവന്നതാണേ, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ ഞാൻ പറയുക, കുറേ ദിവസമായിട്ടോ, ഒരു മാസത്തോളമൊക്കെ ആയിട്ട് പച്ചമീൻ വാങ്ങാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ വത്തൽ മീനില്ലേ, ബത്തൽ നത്തോലിന്നോ അങ്ങനെ എന്തൊക്കെയോ പറയണതാണ് കേട്ടോ. ആ കുഞ്ഞു മീനില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് നന്നാക്കി എടുക്കാനും പറ്റും കേട്ടോ. കുറേ ഒന്നും ഇല്ല എങ്കിൽ കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം നിൽക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഒരുപാട് വലുതാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇതത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തലയുടെ ഭാഗം അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ക്ലീനായി കിട്ടും കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട്, കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്, അതിട്ടിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കുക. അപ്പോൾ അങ്ങനെ വേഗം കഴിയും കേട്ടോ. പിന്നെ ചെറിയ മീനൊക്കെ നല്ലതാണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ ഇഷ്ടമാണ് കേട്ടോ അത് എന്താ ചെറിയ മീനൊക്കെ കഴിക്കണത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇരുടാവുമ്പോഴേക്ക്. ഇപ്പോൾ ടൈം ഏകദേശം ഇത് വൈകുന്നേരം അപ്പൂസ് സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുമായിരുന്നേ. പിന്നെ അതിന് ശേഷം ഇതും കൂടെ നന്നാക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഏതായാലും തുടങ്ങിയല്ലോ. അപ്പോൾ ആ ഒരു സമയത്താണ് ഹസ്ബൻഡ് ഇതിൽ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് ഓഫാക്കി വയ്ക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇനി മീനെടുത്ത കൈയൊക്കെ കഴുകി വന്നിട്ട് വേണ്ടത് എടുക്കണമെങ്കിൽ. അപ്പോൾ അത്രയും നേരം അവിടെ നിൽക്കില്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇത് വോയിസ് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ സംഭവം നോക്കിയത്. എന്താണെന്ന് വെച്ചാൽ എടുത്ത് വെച്ചിട്ടിങ്ങനെ വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ രാവിലെ മുതലുള്ള കാര്യങ്ങളല്ലേ തുടങ്ങണേ. പക്ഷെ ഞാൻ രാവിലെ മുതലുള്ളത് കാണിക്കാണ്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചതിന് ശേഷമാണ് അടുക്കളയിലുള്ളത് കാണിക്കുന്നത് കേട്ടോ. കാരണം എൻ്റെ അടുക്കളയിലുള്ള വീഡിയോസിനൊന്നും വ്യൂസ് അങ്ങനെ വരാറും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ മുറ്റത്തുനിന്ന് പുറത്തുനിന്നൊക്കെയുള്ള വീഡിയോസിനാണെങ്കിൽ വ്യൂസും കാര്യങ്ങളൊക്കെ വരണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഇതിന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നതാണേ. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ വെള്ളം തിളപ്പിക്കണ കലം ഉണ്ടല്ലോ, ചെമ്പ്, അത് ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്യാസിലാണ് വെള്ളം വെക്കണേ കേട്ടോ. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ വിറക് എടുത്തു വെച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്താണ് പറയുക, വിറകിൽ വെള്ളം വെക്കണില്ല. പിന്നെ അത്ര വെള്ളം നമ്മൾ കുടിക്കണമില്ല കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി കുറവുമാണ്. അതുകൊണ്ട് ഞാൻ ഗ്യാസിലാണ് ഇപ്പോൾ വെള്ളം വെക്കണത്. അപ്പോൾ അതുകൊണ്ട് ഈ ചെമ്പത് നന്നായിട്ട് കഴുകി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് വന്നിരിക്കണാണേ. പിന്നെ എന്താ പറയുക, ഞാൻ എന്തോന്ന് പറയാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വിട്ടുപോയതാണ്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ, അങ്ങനെ പുറത്തുനിന്നുള്ള വ്യൂസൊക്കെ ഒന്ന് കാണിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് ഞാനൊന്നും ഇങ്ങോട്ട് എന്താ പറയുക, എനിക്ക് അത്രയും പുറത്തുനിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. കാരണം മുറ്റത്തുള്ള പണികളും തൊടിയിലുള്ള പണികളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ആ ഒരു ടൈമിൽ മഴയൊക്കെ ചാറുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നാലെ ഈ ഫോണിനും കൂടെ കൊണ്ടുപോകാൻ വയ്യല്ലോ. അതുകൊണ്ടാണ് കേട്ടോ എന്താണ് പറയുക, വീഡിയോസ് എടുക്കാൻ പറ്റാത്തത്. ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കിങ്ങനെ എന്താ വെച്ചാൽ ഇവിടെ കണ്ട് ശീലമായതുകൊണ്ടും പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ കാണുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. വീടിന് ചുറ്റും ഇങ്ങനെ പച്ചപ്പൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. തൊട്ടടുത്ത് വീടില്ല, എന്നാൽ അടുത്ത് വീടുണ്ട് താനും. അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിൽ ചുറ്റുപാടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ കാണുമ്പോഴായിരിക്കാം, അവർ എവിടെയെങ്കിലും ഒരു ഭാഗമൊക്കെ കാണുമ്പോഴായിരിക്കാം ബാക്കിയും കൂടെ കാണാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത് കേട്ടോ.
പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്ര അങ്ങനെ ഇങ്ങോട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഭംഗിയുള്ള ഒരു സ്ഥലം ഇപ്പോൾ നമ്മളിപ്പോൾ ഫോണിൽ നോക്കുകയാണെങ്കിലും ഫോട്ടോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ടാവുമല്ലോ. അങ്ങനെയൊന്നും കാണിച്ചു തരാൻ മാത്രം മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കണ്ട് ശീലിച്ചതുകൊണ്ടായിരിക്കാം. ഏതായാലും കുറേയൊക്കെ ഞാനിങ്ങനെ ഉൾപ്പെടുത്താലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. മഴ ഒന്ന് ഒതുങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മുറ്റത്ത് കൂടെ ആയാലും ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങണതായാലും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും പടപടയെന്ന് പറഞ്ഞ് മഴ പെയ്യുന്നത് കേട്ടോ. അത് അങ്ങനെ പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫോൺ വെക്കുന്ന സമയത്ത് മഴ പെയ്യാത്ത സ്ഥലത്തൊക്കെയാണ് ഫോൺ വെക്കുന്നത് തന്നെ. പെട്ടെന്നൊന്ന് ചാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൊള്ളാത്ത രീതിയിലൊക്കെയാണ് ഫോൺ വെക്കണതൊക്കെ കേട്ടോ. അത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വാഷിംഗ് മെഷീന് ഏകദേശം ഒരു മാസമൊക്കെ ആവാനായിട്ട് നമുക്ക് പണി തന്നിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ള് അലക്കുന്നത് കല്ലിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കല്ലിൽ അലക്കാറില്ലായിരുന്നു. നമ്മൾ യൂണിഫോം ഉണ്ടെങ്കിൽ ഒന്ന് അലക്കിയെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കല്ലിൽ അലക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് പ്രശ്നമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അതുകൊണ്ടാണ് മെഷീനിൽ അലക്കണത്. അതുപോലെ തന്നെ കല്ലിൽ അലക്കാനുള്ള സെറ്റപ്പ് ഇവിടെ റെഡി ആക്കാത്തത് തന്നെ അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കല്ലിലുള്ളത് നമ്മൾ അധികം അങ്ങോട്ട് എന്താ പറയുക ഒന്ന് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് അലക്കാനുള്ള കല്ലല്ലേ നന്നാക്കിക്കൂടെ എന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷെ അങ്ങനെയല്ല. ആവശ്യം വരുന്ന ഒരു സാഹചര്യം വരാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതാണത് കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ ഒരു ബക്കറ്റ് തുണി നമ്മൾ എന്ത് ചെയ്യും, സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് പുതിരാൻ വേണ്ടിയിട്ട് അവിടെ വെക്കും. പുതിരാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എന്താ പറയുക ഈ ചളിയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ അലക്കി കൊണ്ടുവരും. പിന്നെ അതിന് ശേഷം അടുത്ത ബക്കറ്റിൽ അങ്ങനെ ചെയ്യും. അങ്ങനെ ആ ഒരു ഗ്യാപ്പിട്ടാണ് ഞാൻ ചെയ്യണത്. ആ ഒരു ടൈമിൽ നമ്മൾ വേറെ പണി ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ ഷീറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഷീറ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എവിടേക്കോ ഓട്ട ഇരിക്കണുണ്ട് കേട്ടോ. അപ്പം മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളം അങ്ങനെ ഷീറ്റിൽ കൂടെ അങ്ങനെ താഴോട്ട് വീഴുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കളറ് മാറി വരും. അപ്പോൾ അതാണ് അവിടെ ഇങ്ങനെ കളർ മാറി കാണിക്കുന്നത് കേട്ടോ. എന്താ പറയുക, ഉച്ചൊടിക്കുകയൊക്കെ ചെയ്യില്ലേ, പച്ചപ്പ് പിടിക്കണേ, പായൽ പിടിക്കണേ, അങ്ങനെ വരുന്നതാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം അവിടെ ഫോഴ്സ് ചെയ്ത് ഉരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സിമെൻ്റ് അതുപോലെ അങ്ങോട്ട് ഇളകിപ്പോരും. അപ്പോൾ ഞാൻ ദിവസം ബ്രഷ് ഇട്ട് ഉരക്കില്ല കേട്ടോ. വെറുതെ അങ്ങോട്ട് അടിച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അടിച്ച് കളയുക എന്നല്ലാണ്ട് ഒരുവിധം നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്തിട്ട് അവിടെ ചെയ്യില്ല. അങ്ങനെ വൃത്തികേടാണെന്ന് തോന്നുന്ന ആ ഒരു ടൈമിൽ ആണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മീനുണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ മേലെഴുകാൻ പോവുക, അങ്ങനെയാണ് കേട്ടോ. മീൻ ഏതായാലും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്ക് ഇവർക്ക് ദോശ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു. അതിനിടയ്ക്ക് എന്താ പറയുക, നമ്മൾ വൈകുന്നേരത്തെ ആ ഒരു പണി എപ്പോഴേക്ക് ഇരുടായിട്ടുണ്ട് കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ 6 മണി ആയപ്പോഴേക്കൊക്കെ നല്ല ഇരുട് മൂടി. ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ രാത്രി ആയിരിക്കണില്ലേ, പക്ഷെ രാത്രി ആയിട്ടൊന്നും ഇല്ല കേട്ടോ. അത്ര മാറ്റാണെന്ന് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കാണിക്കുന്നത് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ പുറത്തുള്ളതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അകത്തുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കണേന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ളത് കണ്ടിട്ട് അടുക്കളയിലുള്ള വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രമായിരിക്കുമല്ലോ ഈ ഒരു ടൈമിൽ നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുമല്ലോ എന്നുള്ളൊരു ധാരണ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പുറത്തുനിന്ന് വന്നിട്ടാണ് പിന്നെ അകത്ത് പണിയെടുക്കുന്നത് എന്നുള്ളത്, ആ ഒരു ധാരണ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണതാണേ. പിന്നെ അതേ രാവിലെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 5 മണി ആയ ഒരു ടൈമിൽ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഓരോ പണികളങ്ങനെ തീർക്കാനുള്ള എന്താ പറയുക നെട്ടോട്ടത്തിലാണെന്നൊക്കെ വേണേൽ പറയട്ടെ. നെട്ടോട്ടം ഓടാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ആദ്യം തന്നെ ചായക്ക് വെള്ളം വെക്കണു. അതുപോലെ ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടി വെച്ചു, കഞ്ഞിക്ക് വെച്ചു. പിന്നെ അതുപോലെ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചു. അടയൊന്ന് ഇളക്കിയിട്ടു. അപ്പോഴേക്ക് തേങ്ങയൊക്കെ ചിരവി എടുത്ത് പിന്നെ ഇപ്പോഴത്തെ ക്യാമറാമാൻ മനു ആണ് കേട്ടോ. അതിനിടയ്ക്കൊക്കെ അവൻ എണീറ്റ് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ ഇതൊന്ന് 6 മണി ആയിട്ടില്ല കേട്ടോ സമയം, അതിന് മുന്നേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതൊന്ന് എടുത്ത് താടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ എടുത്ത് തരണതാണേ. അപ്പോൾ അതിൽ എന്നും എനിക്കുള്ളൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അട ഉണ്ടാക്കുന്ന ടൈമിൽ 1-2 അടയ്ക്കുള്ള കൂട്ട് ബാക്കി ഉണ്ടാവില്ല. 1-2 അടയുടെ ഉള്ളിൽ ഇടാനുള്ള ഫില്ലിങ് ഉണ്ടല്ലോ, നമ്മൾ തേങ്ങയും ശർക്കരയും കൂടി ചേർത്തിരിക്കണേ, അതെങ്ങനെയായാലും തികയില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ പിന്നെ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതെന്ത് ചെയ്യും, ചെറിയ എന്താ പറയുക കട്ടി കുറച്ചിട്ട് ഇങ്ങോട്ട് നീളത്തിൽ ഉരുട്ടിയെടുക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വൈകുന്നേരം ആവണ സമയത്ത് അതിൽ നാളികേരവും തേങ്ങയും ഒന്നും ഇല്ല എങ്കിൽ കൂടി അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇവിടെ ഉള്ളവർക്ക് കേട്ടോ. മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ. വൈകുന്നേരം ഇത് കിട്ടിയാൽ കഴിക്കും. പക്ഷെ നേരെ മറിച്ച് രാവിലെയാണ് എങ്കിൽ അവരത് മൈൻഡ് ചെയ്യില്ല കേട്ടോ. എന്തിനാണ് ഈ ഒരു സാധനം, ഇത് എന്തിനുണ്ടാക്കിയിരിക്കണ, ആർക്കാണിത് വേണ്ടത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കും അവർ. ആർക്കും അത് വേണ്ടി വരില്ല. പക്ഷെ ഞാനത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ, അതുപോലെ തന്നെ കാസറോളിൽ മാറ്റി വെച്ചതിന് ശേഷം വൈകുന്നേരം അതൊന്ന് ചൂടാക്കി, ആവി ഇതുപോലെ കയറ്റിയിട്ടൊന്ന് ചൂടാക്കി. ആ ചൂടാക്കിയ സമയത്ത് അത് പിന്നെ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എല്ലാവർക്കും അത് വേണമായിരുന്നേ. അപ്പം അങ്ങനെ അതിങ്ങനെ കടിച്ച് തിന്നാൻ എന്തോ ഒരു രസം, ചായയുടെ കൂടെ, കട്ടൻ ചായയുടെ കൂടെ. അതാണ് സംഭവം, വേറൊന്നല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതും അവിടെ റെഡിയായി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നത് ഇന്ന് അപ്പൂസിന് ഉച്ചയ്ക്ക് ചോറിന് കൊടുത്തേക്കാൻ മുട്ടയും മുരിങ്ങയും അല്ല ഉണ്ടാക്കണേ കേട്ടോ. കാര്യം വേറൊന്നുമല്ല, മുട്ട കഴിഞ്ഞത് ഞാൻ രാവിലെയാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, രാവിലെ വേഗം തന്നെ കുറച്ച് ഗ്രീൻ പീസ് അല്ല കേട്ടോ, സോയാബീൻ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 6:15 ഒക്കെ ആവുന്ന ഒരു ടൈമിൽ പണികളൊക്കെ തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൂസിനെ എണീപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ പണികളൊക്കെ മാക്സിമം ഞാൻ തീർക്കുന്നുണ്ട്. സോയാബീൻ അവിടെ ആവുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ വേഗത അപ്പൂസിൻ്റെ കഞ്ഞി ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ചായയും കൂടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഞ്ചി ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരു ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് ചതച്ച് ചായയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ വേഗം അവന് കുപ്പിയിലേക്കുള്ള വെള്ളം നിറച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ 2 കുപ്പിയിലാണ് അപ്പൂസ് വെള്ളം കൊണ്ടുപോകുന്നത്. ചെറിയ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഒന്നിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റണതും ഒന്ന് അതിൽ ഫില്ലർ ഉള്ളതുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ അവൻ ഇന്നലെ ഞാൻ ജീരകവെള്ളം ഉണ്ടാക്കിയ ഒരു ടൈമിൽ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ജീരകവെള്ളം എന്ത് ചെയ്തു, കുറച്ച് ജീരകം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അത് ഈ ഒരു എന്താ പറയുക കുപ്പിയിലുള്ള തണുത്ത വെള്ളം ഉണ്ടല്ലോ, ആ തണുത്ത വെള്ളത്തേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അപ്പൂസ് എന്തൊക്കെയോ സൗണ്ടൊക്കെ കേട്ടിട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ മനു ആണ് എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു നോക്കിയിട്ട് ഇവിടെ ആൾ മൈൻഡ് ചെയ്യണമൊന്നുമില്ല കേട്ടോ. പിന്നെ അപ്പൂസിന് ചില സമയങ്ങളിൽ സോയാബീനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എന്നും ഉണ്ടാക്കണ ഒന്നുമില്ല, എന്നും ഉണ്ടാക്കാറുമില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല താല്പര്യമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കണതായതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഉണ്ടാക്കി എടുക്കാറില്ലേ. അപ്പോൾ അങ്ങനെ അതവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അടയും ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഒറ്റ ട്രിപ്പ് മാത്രമേ അട നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളൂ. എന്നാൽ തന്നെ അത് വൈകുന്നേരത്തേക്ക് ബാക്കി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൂസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അട ഉണ്ടാക്കിയെടുക്കണം. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മതി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് നാളെ അവൻ അട വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ എന്നെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇനി എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് എനിക്കിതിൻ്റെ വോയിസ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒന്നിങ്ങനെ ബാങ്ക് കൊടുത്തു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇടി ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൂസിനെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. പോയപ്പോൾ നല്ല വെളിച്ചമുള്ള സമയമായിരുന്നേ. അപ്പോൾ അവരിങ്ങോട്ട് തിരിച്ചെത്തിയിട്ടില്ല കേട്ടോ. ആകെ ഇരുട് മൂടി നല്ല മഴ വരുന്നുണ്ട്. പെയ്തു, സൗണ്ട് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കണു. പെയ്തു കേട്ടോ. നല്ല മഴയാണ്, നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്, ഇരുടായി വരുന്നുണ്ട്.
ഇത് ഫോണിലുള്ള വെളിച്ചം കൊണ്ട് കാണാണ്ടിരിക്കണതാ. നല്ല കാറ്റടിക്കണം. പ്രതീക്ഷിക്കാത്ത കാറ്റും മഴയാണ് കേട്ടോ.